രേഷ്മാസ് കിച്ചണിലോട്ട് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ചൊവ്വരി പായസമാണ്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പ് ചൊവ്വരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു അരമണിക്കൂർ കുതിർക്കാൻ വെക്കാം. ഈ പായസത്തിന് ആവശ്യമായിട്ട് ഞാനൊരു 3 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ടിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആവുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കളർ ഏകദേശമൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്ത് നമുക്ക് എടുത്ത് മാറ്റാം. ഇനി ബാക്കി വരുന്ന നെയ്യിൽ നമ്മുടെ ക്യാരറ്റ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. അത് ഞാനിവിടെ നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഞാൻ കുറച്ച് പാലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇവയെല്ലാം നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ പാലൊന്ന് തിളച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുതിർക്കാൻ വെച്ചുകൊണ്ടിരുന്ന നമ്മുടെ ചൊവ്വരിയും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചൊവ്വരിയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അല്പസമയം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് സമയം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സമയത്ത് ഞാൻ ഒരു 2-3 ഏലക്കായ ഒന്ന് ചതച്ചിട്ട് അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഇനി ഞാൻ വേറൊരു പാനിൽ 1 കപ്പ് ശർക്കര പൊടിച്ച് അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്ക് നമ്മുടെ പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പായസത്തിൻ്റെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ ശർക്കര പാനി അതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി അവസാനമായി നമ്മൾ വറുത്തെടുത്ത് മാറ്റി വെച്ച കാഷ്നട്ടും ഉണക്കമുന്തിരിയും കൂടി അതിനകത്ത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്